ഞാനിപ്പോഴെന്റെ അക്കരെ വരെ നീന്തട്ടെ. വേണ്ട, അക്കരയ്ക്കൊന്നും ഇപ്പൊ പോണ്ട കേട്ടോ. നീരിറങ്ങിയാലേ ചന്ദനിട്ടേ. വേണ്ട, ഇപ്പൊ ചന്ദനൊന്നും വേണ്ട. ദാ സോപ്പൊട്ടി. അപ്പോ എനിക്ക് വേണ്ട. അവിടെ നിക്കൂട്ടിയേ. അതല്ലേ കുട്ടി? അതന്നെ. എങ്ങനെയാ ഇത്ര ചെറുപ്പത്തിലെ ഈ സിദ്ധി ഉണ്ടായത്? സിദ്ധിയൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നിയതാ. മത്സ്യം നിന്ന് പഠിച്ചിട്ടാ. അപ്പുന്റെ പേരെന്താ? എന്റെ പേര് തന്നെയല്ലേ ഇപ്പൊ വിളിച്ചത്, അപ്പൂന്ന്. അല്ല, സ്കൂളില് സർട്ടിഫിക്കറ്റില് എനിക്കൊരു പേരേ ഉള്ളൂ, അപ്പൂന്ന്. അപ്പൂന്ന് തന്നെയാ സ്കൂളിലും ചേർത്തിരിക്കുന്ന പേര്. വേണമെങ്കിൽ KV അപ്പു എന്ന് പറയാം. കിഴക്കേപ്പാട്ടിൽ വാസുദേവൻ മകൻ അപ്പു. ഇവര് മൂന്നാളും ഞങ്ങള് വാസുന്റെ അമ്മമാരാ. മൂന്നാളും? അതെ. അങ്ങോട്ടിരിക്കാം. എല്ലാരോടും ചേർന്നൊരു ഫോട്ടോ എടുത്തോട്ടെ. വാ. ഇങ്ങോട്ട് വാ. ഉടുപ്പിടിക്കണ്ടേ? ഒന്നും വേണ്ട. എന്നാ ഇങ്ങോട്ട് വാ. ഒന്ന് ചിരിച്ചേ. റെഡി? ഒന്ന് മറിക്കേ. നമ്മുടെ MLA സാർ വരുന്നു. സാർ ഒരല്പം വഴി, സാർ ഇങ്ങോട്ട് കടന്നോളൂ. ഇങ്ങോട്ട് മെമ്പർ കൊണ്ട് ഇങ്ങോട്ട്. മെമ്പർ ഇങ്ങോട്ട് കടന്നു തള്ളാതെ. പണിക്കരാശനെ അറിയില്ലേ? ഇത് നമ്മുടെ MLA. കണ്ടിണ്ടാവും, നല്ല ഓർമ്മയില്ല. ഇലക്ഷൻ ടൈമിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ നിങ്ങളൊക്കെ വലിയ കലാകാരന്മാര്, ഞങ്ങള് ഇതല്ലേ മോൻ? ഞാൻ ഇന്നലെയാ അറിഞ്ഞത്. അത്ഭുത ബാലൻ. ഇത് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ മാത്രം കാര്യമല്ല, നമ്മുടെ സ്റ്റേറ്റിന്റെ, നോ നമ്മുടെ നേഷന്റെ, ലോകഭൂപടത്തിൽ നമ്മുടെ പഞ്ചായത്തിന് സ്ഥാനം കിട്ടാൻ ഒരു ഫോട്ടോ എടുത്തേ. നമസ്കാരം. എന്റെ വാസുദേവ പണിക്കരെ, നിങ്ങളെ ഒന്ന് കണ്ടുകിട്ടാൻ പെട്ട പാട്. 2-3 ആഴ്ചയായിട്ട് ഞാൻ അന്വേഷിക്കുക. ഇതിപ്പോ ഞങ്ങൾ രാഷ്ട്രീയക്കാരെക്കാൾ കഷ്ടമാണല്ലോ. അപ്പുവിന്റെ കൂടെ പോവാൻ ഞാനല്ലേ ഉള്ളൂ. മിക്കവാറും കച്ചേരി ഉണ്ടാവും. കുറെ ദിവസം കൂടിയായി ഒക്കെ അറിയുന്നുണ്ട്. ദേ ഇപ്പൊ ഞാൻ തന്നെ അസംബ്ലിയിൽ അറിയപ്പെടുന്നത് മാസ്റ്റർ അപ്പുവിന്റെ നാട്ടിലെ MLA എന്നാ. അന്വേഷിച്ചത് 2 കാര്യം. MLA മാർക്ക് വേണ്ടി ഒരു കച്ചേരി സെനറ്റ് ഹാളിൽ നടത്താമോ എന്ന് കുറച്ച് ദിവസമായിട്ട് CM എന്നോട് ചോദിക്കുന്നു. ഒന്നത്. രണ്ടാമത്തെ കാര്യമാണ് പ്രധാനം. അപ്പുവിന്റെ കച്ചേരി തിരുവയ്യാറിലും ബോംബെ ഷൺമുഖാനന്ദ ഹാളിലും ഒക്കെ നടന്നതായിട്ട് അറിഞ്ഞു. നല്ലത് തന്നെ. പക്ഷെ അത് മാത്രം പോരാ. അല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വാസുദേവ പണിക്കർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇല്ല. നമുക്ക് അപ്പുവിന്റെ പ്രശസ്തി വിപുലമാക്കണം. അതായത് ലോകം മുഴുവൻ കച്ചേരിയായിട്ട് കറങ്ങി നടക്കേണ്ട കുട്ടിയാ. അതിപ്പോ നമ്മുടെ ഈ കൊച്ചിന്ത്യയിൽ മാത്രമായിട്ട് ഒതുങ്ങിയാൽ മതിയോ? അതിന് നമുക്ക് കച്ചേരി ഓരോരുത്തരും വന്ന് ബുക്ക് ചെയ്താലല്ലേ? അല്ലാന്നേ, അതാ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന്. എന്റെ കസ്റ്റഡിയില് ഒരാളുണ്ട്, മിസ്റ്റർ നമ്പ്യാർ. തിരക്കോട് തിരക്കാ. ഇന്നിപ്പോ അമേരിക്കയിലാണ്, നാളെ ഓസ്ട്രേലിയയിലാണ്. ലോകത്തിലെ മിക്ക കലാകാരന്മാരെയും മാർക്കറ്റ് ചെയ്യുന്ന ഇദ്ദേഹമാണ്. അതായത് അപ്പൂന് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ആസ്ട്രേലിയയിലും ഈജിപ്തിലും ഒക്കെ ഇദ്ദേഹം പ്രോഗ്രാം അറേഞ്ച് ചെയ്തോളും. പോരാത്തതിന് പബ്ലിസിറ്റി. അല്ല, ഇത്ര വലിയ ആൾക്കാരൊക്കെ നമ്മുടെ അപ്പൂന് വേണ്ടി വരും. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ നമ്പ്യാരെ എന്റെ പഴയ ഒരു സുഹൃത്താ. ഇന്നാള് ദുബായ് ട്രേഡ് ഫെയറിന് പോയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും കണ്ടത്. എന്തൊരു പൊസിഷനില്ല. പക്ഷേ ഞാൻ പറഞ്ഞാൽ അപ്പ വരും, അപ്പൂനെ ഏറ്റെടുത്തോളൂ. എന്താ? ഇതൊക്കെ നമുക്ക് വേണോ? വേണം. ദൈവം 2 കൈ നീട്ടി തന്നതല്ലേ. അത് ഈ ലോകം മുഴുവൻ നിറയട്ടെ. ഈ ആഴ്ച തന്നെ അയാൾ വരാൻ ഞാൻ ഏർപ്പാട് ചെയ്യും. മറിച്ചൊന്നും പറയരുത്. അപ്പൂന്റെ കാര്യമെന്ന് വെച്ചാൽ അത് ഈ നാടിന്റെ കാര്യമാണ്. വരട്ടെ. വേഗം തുറക്കൂ.
എവിടെ കുട്ടി എവിടെ? വെരി ഈസ് ഹി? അകത്തുണ്ട് സർ. ഇതൊരു പഴയ തറവാടാ. അതെയോ? നമുക്ക് അകത്തിരിക്കാം. വന്നാട്ടെ. അതെ അതെ. ഇന്നത്തെ യോഗ എപ്പോഴാ? 5 മണിക്ക്. ആ സാർ, ഇതാ കുട്ടിയുടെ അച്ഛൻ. ഓ. വാസുദേവൻ. ആ, ആ. കഥകളിയില് ശ്രീവേഷമാ. പ്രശസ്തനാ. ഓ വെരി ഗുഡ്. ഹലോ മിസ്റ്റർ വാസുദേവൻ. നമസ്കാരം. നമസ്കാരം. ഐ എം രാവുണ്ണി നമ്പ്യാർ. കോൾ മീ നമ്പ്യാർ. ഓ. സോറി, അല്പം ലേറ്റായി. ഫ്ലൈറ്റ് ഡിലേ. നെടുമ്പാശ്ശേരി ഇതുവരെ. ഓ വാട്ട് എ ഹൊറിബിൾ റോഡ് ഇറ്റ് ഈസ്. വെരി ഈസ് എ വണ്ടർഫുൾ കിഡ്. ദേ ഇത് തന്നെയാ ആള്. ഓ വെരി ഗുഡ്. മൈ ഗുഡ്നസ്. ഇതാണോ കുട്ടി? ഹി സോ പുവർ. ലോകം മുഴുവൻ ഓടി നടക്കേണ്ടതിന് പകരം ഇവിടെ ഈ ഓണം കയറാൻ മൂലയില് ഹോ കഷ്ടം. ഇന്ത്യയിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റീസിനെയും ഞാനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. മിസ് ഇന്ത്യ, ക്രിക്കറ്റ് പ്ലെയേഴ്സ്, ഫിലിം സ്റ്റാർസ് ആൻഡ് ഓഫ് കോഴ്സ് സം ഇന്റലിജന്റ് മ്യൂസീഷ്യൻസ്. ബോംബെയിലെ ഒരു ഉസ്താദ് പറഞ്ഞു കേരളത്തിൽ ഒരു അത്ഭുത ബാലനുണ്ടെന്ന്. ഇപ്പൊ MLA വിളിക്കുമ്പോ ഇറ്റ്സ് റിയലി എ കോയിൻസിഡൻസ്. ഐ വിൽ പ്രൊമോട്ട് യു ബോയ്. ലോകം മുഴുവൻ പ്രൊമോട്ട് ചെയ്യും. അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി മുതലായ എല്ലാ സ്ഥലങ്ങളിലും പ്രൊമോട്ട് ചെയ്യും. എന്ത് ചെയ്യൂന്നാ പറഞ്ഞേ? ഇങ്ങനെ ആരാന്നാ പറഞ്ഞേ? കാര്യസ്ഥനാ. എന്നിട്ടാണോ ഇത്രയും? ചായ എടുക്കാം. ടീ അതൊരു പ്രശ്നമേ അല്ല. പ്രശ്നം ഈ ജീനിയസിനെ നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഒരൊറ്റ കൊല്ലം കൊണ്ട് മാസ്റ്റർ അപ്പു ഈ ലോകം മുഴുവൻ കീഴടക്കും. ആദ്യം ഇവിടെ മീഡിയയിൽ നമുക്കൊരു കലക്ക് കലക്കാം. കമോൺ മൈ ബോയ്. എല്ലാം ഇപ്പൊ തൊടും ഞാൻ, ഇപ്പൊ തൊടും. അവിടെ കേറി പിടിക്കാൻ പറ്റൂല. വേഗം ഓട് ഓട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തൊടും. ലിറ്റിൽ മാസ്റ്റർ, കമോൺ കമോൺ ലിറ്റിൽ മാസ്റ്റർ, കം ഫാസ്റ്റ്. കം ലിറ്റിൽ മാസ്റ്റർ, കമോൺ. നിക്ക് കുട്ടികളെ ആരും ഇപ്പൊ ഇവിടെ വരണ്ട. മാസ്റ്റർ അപ്പൂന് പഠിക്കാനുള്ള സമയമാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ പൊക്കോളൂ. പൊക്കോളൂ. സി ദിസ് ഈസ് എ ടൈം ടേബിൾ. ശ്രദ്ധിക്കണം. ടൈം ഈസ് വെരി പ്രഷ്യസ് ആൻഡ് ഐ എം വെരി സ്ട്രിക്റ്റ്. ലുക്ക് ദാ 5 മണി മുതൽ 10 മണി വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ കളിക്കാനുള്ള സമയോ? നോ കളിയില്ല ലിറ്റിൽ മാസ്റ്റർ. യെസ് റിംഗ് മാസ്റ്റർ, കളിയുണ്ട്, വേണം. മാസ്റ്റർ അപ്പു ലോകം മുഴുവൻ അറിയുന്ന ഗ്രേറ്റ് മാസ്റ്റർ ആകണം. അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ വേണം. ഭക്ഷണം, പിന്നെ കാലിപ്പിള്ളേരുമായുള്ള കൂട്ടുകെട്ട്. കിങ്ങിന് സ്ട്രീറ്റ് ബോയ്സുമായി യാതൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. അപ്പോ വാ കളിക്കാം. ഇത് മാസ്റ്റർ അപ്പുവിന്റെ വീടാണ്. ഇവിടെ വന്ന് ബഹളം വെക്കരുത്. നിങ്ങളുടെ കൂടെ കളിക്കാനൊന്നും മാസ്റ്റർ അപ്പുവിന് ഇനി സമയമില്ല. അല്ല, അത് ഇവര് ഈ അയലോക്കത്തുള്ള കുട്ടികളാ. ഇല്ല, ഇതിൽ എനിക്കൊരു കോംപ്രമൈസും ഇല്ല. കുട്ടികൾ പൊക്കോളൂ. ഇനി ഇങ്ങോട്ട് വരരുത്. കളിക്കാനും സമ്മതിക്കില്ല. അച്ഛൻ എന്താ കളിക്ക് പോവാത്തെ? ഒന്നുമില്ല. എന്നെ കളിക്കാൻ സമ്മതിക്കില്ല. അച്ഛൻ കളിക്കും പോവില്ല. എന്നെ സ്കൂളിലും വിടുന്നില്ല. അയാള് പറഞ്ഞിട്ട് അതൊക്കെ. അച്ഛൻ എന്തൊന്നും മിണ്ടാത്തെ? ഒക്കെ അപ്പുവിന്റെ ഗുണത്തിനാ. എനിക്ക് ആ ഗുണം വേണ്ട. എനിക്കിപ്പൊ അമ്മയെ കാണണം. നീ എന്തായി പറയണേ? എനിക്കിപ്പൊ അമ്മയെ കാണണം. അതെങ്ങനെ അപ്പു ഇപ്പൊ അമ്മയെ കാണുക? എനിക്കിപ്പൊ അമ്മയെ കാണണം. അപ്പു വാസുദേവ, അമ്മയെ കാണണം. എന്തിനാ അതിനെ ഇങ്ങനെ കരയിക്കണേ? അമ്മയെ കാണണം അത്രേ. എന്റെ ദൈവമേ. വാസുവേ, എങ്ങനെയെങ്കിലും നീ അതിന്റെ കരച്ചിലൊന്നും നിർത്തുവോ? എനിക്കിത് കേൾക്കുമ്പോഴാ ആ മുടി വെച്ചൊന്ന് ആടും എന്റെ വാസുവേ. അമ്മേ, എന്റെ വാസു, നീ ഒന്നാട്. വേണ്ട അമ്മ ഇപ്പൊ വരും കേട്ടോ. അനുപമ ഗുണ ലാഘും മനുകൂല ദീപ
അമ്മേ അപ്പൂന് അച്ഛൻ തന്നെ അമ്മ. കുട്ടിയെ എന്തോ വാസവനിപ്പൊ കളിക്കൊന്നും പോണില്ല അത്രേ. സ്ഥിരം അരങ്ങ് മുടക്കുക. ഞാനും കേട്ടു. അപ്പൊ സ്കൂളിലും വരണില്ല. ഇപ്പൊ ഓരോരോ ദിക്കിലെ കച്ചേരി ഉണ്ടെന്ന് കേട്ടു. അതിനെ നന്ന ബുദ്ധിമുട്ടിക്കുന്നാ തോന്നണേ. ഒക്കെ വരുത്തന്റെ വരുതിയില്ല. നിയന്ത്രിക്കാൻ ആളില്ലാച്ച തള്ളമാർക്കാച്ച വയസ്സായി. എന്തെങ്കിലും പറയാനാച്ച ആരുമില്ല. വേലിയില്ലാത്ത പുഞ്ച പോലെ. ഞാനൊന്ന് ഗുണദോഷിക്കാൻ ഭാവമുണ്ട്. ഇപ്പോഴും കാലം തെറ്റിട്ടില്ലേ. മനസ്സിനിണങ്ങിയ ഒരു കുട്ടിയെ. അച്ഛന് ചായ വേണോ? ഈ നിറഞ്ഞ സന്ധിക്ക. ആ മാനേജർ എന്നെ കളിക്കാനേ വിടുന്നില്ല. അദ്ദേഹം അറിയണ്ട, സ്കൂളിലൊക്കെ കുറച്ച് ഓടി കളിച്ചോ. എന്താ ആ അപ്പോ വീടുണ്ട് കുട്ടിയെ. അപ്പോ അല്ല, കുട്ടിശങ്കറിന് നല്ല സുഖമില്ല. അപ്പൊ ഞാൻ അതിലല്ലേ പറഞ്ഞേ. എന്തിനാ പണിക്കാരന്റെ കൂടെ അയക്കണേ? എന്റെ ഒപ്പം. അല്ല, സൈക്കിളാവുമ്പോ ഒന്നുമല്ല. മിക്ക ദിവസവും കുട്ടിശങ്കരൻ സൈക്കിൾ ഉന്തും അപ്പോ നടക്കുകയും ചെയ്യും കൂട്ടുകാർക്കൊപ്പം. ഇനിയിപ്പോ അങ്ങനെ വെയിലത്ത് നടക്കരുതെന്ന് ആ മാനേജർ പറയണേ. അയാളെ മാനേജറാക്കിയോ? ഒന്നും ഉണ്ടായിട്ടല്ല. അയാൾ അത്ര ശരിയല്ലെന്ന് അമ്മമാര് പറയണേ. അത് പൊങ്ങച്ചം പറച്ചിലെ ലേശാധിയ. പിന്നെന്താച്ചാ, ഇംഗ്ലീഷൊക്കെ പറയാൻ പറഞ്ഞ ഒരാളാവശ്യ അപ്പുന്റെ കാര്യം നോക്കാൻ. ദിവസവും എത്ര ആളാ വരിക? അപ്പോ ആരെങ്കിലും. ഞാൻ മതിയോ? അച്ഛനൊന്ന് കാണണമെന്ന് പറയണ കേട്ടു. ആ, ഗുണദോഷിക്കാനാത്രേ കളി മുടക്കണേന്. എന്താ ചെയ്യാ, 2 ആഴ്ച കൂടിയിട്ട് ഇന്ന് അപ്പൂന് സ്കൂളിലേക്ക് അയക്കണേ. അതിന്റെ ഇടയിൽ എങ്ങനെയാ ഞാൻ കളിക്ക് പോവാ? എന്നാ പിന്നെ ഞാൻ സ്കൂളിലേക്കില്ല. അപ്പൂ ഞാൻ നോക്കിക്കോളാം. ജാതക അവര് നോക്കിച്ചു. നല്ല ചേർച്ചയാന്നാ ശിവരാമൻ പറഞ്ഞത്. ഇപ്പൊ വേണ്ട, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനൊരു കാരണം വേണമല്ലോ. മനസ്സിനിണങ്ങിയ ആളാവണമെന്നേ എനിക്കുള്ളൂ. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം. ഇതും അങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞേക്കാം. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ?